എല്ലാവർക്കും പുതിയതിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ബി.എഡ് പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതിന്റെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, ക്ലാസ് എന്നാണ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും മടിക്കണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലിലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ദൃശ്യലേക്കും കൂടി ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാറ്റ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സ്ആപ്പ് ചാറ്റ് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രധാനമായി മനസ്സിലാക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ബി.എഡ് പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. admission.kannur.university.ac.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഇതിനായുള്ള റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുന്നത്. ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ബി.എഡ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് 2026 പബ്ലിഷ് ചെയ്യുന്ന ലിങ്ക് കാണും. ആ റാങ്ക് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലൊരു പേജിലേക്ക് വരുമ്പോൾ നിങ്ങൾ അപേക്ഷ ഏതെങ്കിലും കോളേജിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ കോളേജിൽ ഇത് സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോളേജിലേക്ക് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ നൽകാൻ സാധിക്കും. ഇതിൻ്റെ പല വിദ്യാർത്ഥികൾ നമ്മളോട് ചോദിച്ചിരുന്നതിൻ്റെ അഡ്മിഷൻ എന്ന് വരെയാണ്. ജൂലൈ മാസം 16 വരെയാണ് ഇതിനായുള്ള അഡ്മിഷൻ നിങ്ങൾക്ക് ജൂലൈ മാസം 16 വരെയാണ് അഡ്മിഷൻ നടക്കുന്നത്. ശേഷം ജൂലൈ മാസം 17-നാണ് ബി.എഡിൻ്റെ ക്ലാസ്സുകൾ ഒക്കെ ആരംഭിക്കുന്നത്. ഇതിൻ്റെ അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് ചോദിച്ചിരുന്നു. തീർച്ചയായും വിദ്യാർത്ഥിയോട് പറയാനുള്ളത്, ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ പകർപ്പ് നിങ്ങളുടെ കോളേജുകൾക്കും കിട്ടും. അപ്പോൾ ആ കോളേജിൽ നിന്നും നിങ്ങളുമായി ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്കിവിടെ കോളേജ് വൈസ് ബി.എഡ് ട്രയൽ റാങ്ക് ലിസ്റ്റ് എന്നായിരിക്കും കാണാൻ സാധിക്കുന്നത്. അത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് പേര് മാറ്റാൻ വന്നൊരു മിസ്റ്റേക്കാണ്. ഇത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് തന്നെയാണ്. അവിടെ മുമ്പേ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചുണ്ടായിരുന്ന അതേ പേര് തന്നെയാണ്. ആ പേര് അവർ മാറ്റിയില്ല എന്നേ ഉള്ളൂ. ഈ റാങ്ക് ലിസ്റ്റ് ഫൈനൽ റാങ്ക് ലിസ്റ്റാണ്. ഇവിടെ നിങ്ങൾ ഹെഡിങ് ആക്കേണ്ടത് അവർ മാറ്റാൻ വിട്ടുപോയതാണ് ട്രയൽ റാങ്ക് ലിസ്റ്റ് എന്ന് അവിടെ കാണുന്നത്. പല വിദ്യാർത്ഥികൾക്കും സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ട്രയൽ എന്ന് അവിടെ കാണുമ്പോൾ. അപ്പോൾ അത് അവർ പേര് മാറ്റാൻ അവിടെ നിന്ന് വിട്ടുപോയതാണ്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരം ഓരോ കോളേജുകളിൽ നിന്ന് നിങ്ങളെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ കോളേജിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഗവൺമെൻറ് ഭരണൻ കോളേജ് ആൻഡ് ടീച്ചർ എഡ്യൂക്കേഷൻ തലശ്ശേരി. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിനായി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 471 വിദ്യാർത്ഥികളാണ് ഇവിടെ അപേക്ഷ സമർപ്പിച്ചത്. അപ്പോൾ എത്ര വേക്കൻസി വീതമാണ് അവിടെ ഉള്ളത്, എത്ര വേക്കൻസിയാണ് അവിടെ ഉള്ളത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരോ കുട്ടികളെയും സ്റ്റുഡൻസിനെ അവർ വിളിക്കുകയാണ്. ഇന്ന് വിളിച്ചിട്ട് അവർ ഫോണിൽ വിളിച്ചിട്ട് പറയും നിങ്ങൾ ഇന്ന സമയത്തിനകം അഡ്മിഷൻ എടുക്കാൻ വരില്ലേ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് കൃത്യമായ രീതിയിൽ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായും പ്രിയ വിദ്യാർത്ഥിയോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോളേജുകൾ അങ്ങോട്ട് ബന്ധപ്പെടാം. എനിക്ക് ഇത്രാമത്തെ റാങ്ക് ഉണ്ട്, അപ്പോൾ ഇവിടെ വന്നാൽ അഡ്മിഷൻ സാധ്യതയുണ്ടോ എന്നുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് അങ്ങനെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കോളേജിൽ 50 വേക്കൻസിയാണ് ഉള്ളതെന്ന് വെച്ചോ. അപ്പോൾ ഇങ്ങനെ റാങ്ക് അടിസ്ഥാനത്തിൽ 50 കുട്ടികളെ അവിടുന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടോ മറ്റു കാര്യങ്ങളൊക്കെ നേടുകയാണെങ്കിൽ അതിനനുസരിച്ച് ഓരോ സ്റ്റുഡൻസിനെയും വേക്കൻസി ഫില്ലാകുന്നത് വരെ ഓരോ സ്റ്റുഡൻസിനെയും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് നടക്കുക. അപ്പോൾ തീർച്ചയായും ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ട്. ക്ലാസ്സുകൾ ജൂലൈ മാസം 17-ന് ആരംഭിക്കും. അപ്പോൾ പുതിയ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകൾ ജൂലൈ മാസം 17-ന് ആരംഭിക്കും. അപ്പോൾ പുതിയ കാണുന്നതിന് മിസ് കരുത ഫൗണ്ട് സ്ക്രൈഫോർഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.